Hello, welcome to Census School of Life Sciences. Forensic Science Laboratory Scientific Officer തസ്തികയ്ക്കുള്ള എക്സാം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ വരാനിരിക്കുകയാണ്. സെൻസസ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. ലോങ് ടേം കോഴ്സിൽ കവർ ചെയ്യുന്ന എല്ലാ പോർഷൻസും സിലബസിനെ അടിസ്ഥാനമാക്കി കവർ ചെയ്യും. ലോങ് ടേം കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഇത്രയും വേഗം ക്രാഷ് കോഴ്സിൽ ചേർന്ന് 100% വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2021 സയന്റിഫിക് ഓഫീസർ ബയോളജി ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ ഏതാണ്ട് 25 ക്വസ്റ്റ്യൻസോളം ആൻസർ ചെയ്തിരുന്നു. ശേഷം ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. ഇത് കഴിഞ്ഞ വീഡിയോ ക്ലാസ് ചെയ്തതാണ്. ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സൈറ്റോകൈനിൻ. ആൻസർ ഡയഹൈഡ്രോസിയാറ്റിൻ ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തത് കാണുക. The active site of the riboscope contains dash iron, magnesium, potassium, copper, zinc. ഇത് magnesium ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. തന്നെ നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ PDF നോട്ടിൽ, റെക്കോർഡ് വീഡിയോയിൽ നമുക്കൊരു 26ാമത്തെ ക്വസ്റ്റ്യൻസ്. The Redquin hypothesis is related to the Redquin hypothesis, the evolutionary arms race between the host and parasite, the mating order in the harem of a polygamous male, the elimination of deleterious mutations by sexual reproduction, mate selection process by a female in a leg. ഇത് co-evolutionുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് കേട്ടിരിക്കുന്നത് അല്ലേ? Redquin hypothesis, evolutionary arms race between the host and parasite ആണ് ആൻസർ. ഇവിടെ പിന്നെ ഈ ചില വേർഡ് harem of polygamous male, female in leg, ഇത് സുവോളജി മിക്കവാറും പഠിച്ചിരിക്കും. അത് നമുക്ക് മേറ്റിംഗ് ഓർഡറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ്. അത് പിന്നെ പഠിക്കും. നമ്മുടെ PDF നോട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരാം. ഇത് ഞാൻ പറഞ്ഞു co-evolutionുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. The co-evolutionary arms race between a parasite and a host is known as the Redquin hypothesis, as both organisms must keep running in order to stay still. The co-evolutionary arms race. Arms race എന്താണ്? ലിറ്ററി മീൻ നമ്മൾ പറയുന്ന ആയുധ മത്സരം എന്നേ പോലെ പറയും. ഇവിടെ എന്താണ് മത്സരം ബിറ്റ്വീൻ ദ പാരസൈറ്റ് ആൻഡ് ദ ഹോസ്റ്റ്. ഇപ്പൊ പാരസൈറ്റ് ഹോസ്റ്റ് തമ്മിലുള്ള ആംസ് റേസ് എന്താണ്? നമുക്കറിയാം, ഒരു പാരസൈറ്റില് ഹോസ്റ്റിൽ ജീവിക്കണമെങ്കിൽ ചില അഡാപ്റ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അത്തരം അഡാപ്റ്റേഷൻസ് ഒരു വെപ്പണായിട്ട് പറയാം അല്ലെ? അതിനെ പ്രതിരോധിക്കാനായിട്ട് ഹോസ്റ്റ് ഒരു അഡാപ്റ്റീവ് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ പാരസൈറ്റും ഹോസ്റ്റും തമ്മിലൊരു ആംസ് റേസ്. മനസ്സിലാക്കുക. അപ്പൊ ഹോസ്റ്റിൽ ഒരു അഡാപ്റ്റീവ് ക്യാരക്ടർ ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാൻ പാരസൈറ്റിൽ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ അതിപ്പം ഇങ്ങനെ വായിക്കാം. എന്താ? The co-evolution arms race between the parasite and host is known as Redquin hypothesis, as because both organisms must keep running നമുക്ക്, or keep evolving in order to stay still, in order to survive or to extend, not extinct, in order to extend or to avoid extinction. അപ്പൊ എക്സ്റ്റിങ്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് രണ്ടും പരസ്പരം എന്ത് ചെയ്യും? പിന്നെ that keep running in order to stay still. മനസ്സിലായിക്കണം. There is a pressure on host to become resistant to the parasite, and there is a pressure on parasite to evolve ways to cope with the host resistance. ഇതിൽ നമുക്ക് പേര് ഇങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് വാൻ ബാലനാണ് ഇതിന്റെ പേര് ഈ എവല്യൂഷന്റെ റിലേഷൻഷിപ്പ് Redquin hypothesis. Under this view, species to run or evolve in order to stay in the same place as extinct. Why is it called Redquin hypothesis? ഇത് ഈ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്നുള്ള ഒരു നോവൽ, അതായത് ലിവിസ് കരോളിന്റെ ഒരു നോവലിൽ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്. വാൻ ബാലൻസ് Redquin hypothesis is a metaphor from the Redquin's comment in the novel Through the Looking Glass. Through the Looking Glass is a novel published on 27 December 1871 by Lewis Carroll. In this novel, the character Redquin says to Alice, Redquin
ഇവിടെ ഒരു യങ് ലേഡിയാണ്, ഒരു ലിറ്റിൽ ഗേൾ ആണ് ആലിസ്. അപ്പോൾ ഇവിടെ ഇൻ ദിസ് നോവൽ ദ ക്യാരക്ടർ റെഡ്ക്യൂൺ സേസ് ടു ആലിസ്, എന്താണ്, ഇറ്റ് ടേക്സ് ഓൾ ദ റണ്ണിങ് യു ക്യാൻ ഡു ടു കീപ് ഇൻ ദ സെയിം പ്ലേസ്. അപ്പൊ അവിടെ ഓർഗാനിസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ദസ് വിത്ത് ഓർഗാനിസംസ് ഇറ്റ് മേ റിക്വയർ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എവല്യൂഷണറി അഡ്ജസ്റ്റ്മെന്റ്സ് ജസ്റ്റ് ടു കീപ് ഫ്രം ഗോയിങ് എക്സ്റ്റിങ്ക്ട്. ഓക്കെ, മനസ്സിലാക്കാം. Then മറ്റൊരു ക്വസ്റ്റ്യൻ, which of the following families have anomocytic type of stomata? Anomocytic type of stomata, 5 പ്രധാനപ്പെട്ട ഇനം സ്റ്റൊമാറ്റ ഉണ്ട്. അതിൽ ഇത് റനൻകുലേസി ആണ്. അപ്പൊ നമുക്ക് 5 ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് നോക്കാം. ഇപ്പൊ സ്റ്റൊമാറ്റ ഇപ്പോ റെസ്പിറേഷനുമായിട്ട് വന്നപ്പോൾ ഇത് ചോദിച്ചു, ഇത് തന്നെ ചോദിക്കുന്നില്ല. റെസ്പിറേഷൻ കൃത്യമായിട്ട് എല്ലാ ഭാഗവും നമ്മൾ പഠിക്കണം. ഇതെല്ലാം ഇതിൽ തന്നെ മറ്റൊരു സ്റ്റൊമാറ്റ ചോദിച്ചാലോ, അത് നോക്കാം. There are different types of stomata and they are mainly classified based on their number and characteristics of the surrounding subsidiary cells. ഒരു സ്റ്റൊമാറ്റ അതിന് ചുറ്റും നമുക്ക് അറിയാം, ഒരു സ്റ്റൊമാറ്റ അതിന് ചുറ്റും സബ്സിഡറി സെൽസ് ഉണ്ട്. അപ്പൊ സബ്സിഡറി സെൽസിന്റെ നമ്പർ പിന്നെന്താ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ സറൗണ്ടിങ് സബ്സിഡറി സെൽസ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് സ്റ്റൊമാറ്റ 5 ഇനം ഉണ്ട്. പാരസിറ്റിക്, ഡയാസിറ്റിക്, അനൈസോസിറ്റിക്, അനോമോസിറ്റിക് ആൻഡ് ആക്ടിനോസിറ്റിക്. പാരസിറ്റിക് ടൈപ്പിനെ റുബിയേഷ്യസ് എന്ന് പറയും, ഡയാസിറ്റിക് കാരിയോഫിലിയേഷ്യസ്, അതുപോലെ അനൈസോസിറ്റിക് റോസിഫറസ്, അനോമോസിറ്റിക് റനൻകുലേസി. ആക്ടിനോസിറ്റിക് അത് റേഡിയേറ്റ് സെൽ സ്റ്റൊമാറ്റയാണ്. നമുക്ക് ഓരോന്നും ഇത് നോക്കാം. ഇവിടെ ആ ഡയഗ്രം കണ്ടൊന്ന് മനസ്സിലാക്കാം. നോക്കാം. ആദ്യം നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പാരസിറ്റിക് സ്റ്റൊമാറ്റ നോക്കാം. അതിന്റെ ക്യാരക്ടർ എന്താണ്? പാരസിറ്റിക്. ഓക്കെ, ഇതാണ് ഗോഡസില്. അതിന്റെ സൈഡിൽ എന്താണ്, പാരലായിട്ട് തന്നെ കാണുന്ന എന്താ, സബ്സിഡറി സെൽസ് കാണും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇൻ ദിസ് ടൈപ്പ് ദ സ്റ്റൊമാറ്റ ആർ surrounded by 2 subsidiary cells which are parallel to the longitudinal axis of the Goddard cells. ഇത് സെന്ന, കൊക്ക, ഇത്തരം പ്ലാന്റിലെല്ലാം ഉണ്ട്. അത് നമ്മുടെ നോട്ടിലുണ്ട്, വായിച്ചിരിക്കും. എക്സാമ്പിൾ ഡയാസിറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇതാണ്. ഡയാസിറ്റിക്കിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇതാണല്ലോ ഗോഡഡ് സെല്ല്. ഇപ്പൊ ഇവിടെ സ്റ്റൊമാറ്റ റിമൈൻസ് സറൗണ്ടഡ് ബൈ എ പെയർ ഓഫ് സബ്സിഡറി സെൽസ് whose common wall is at right angles to the daughter cells. Goddard cells. ഇപ്പൊ ഗോഡഡ് സെൽസ് ഇത് റൈറ്റ് ആംഗിൾസ് ടു ദിറ്റ്, മനസ്സിലായോ? ഇത് പെപ്പർമെന്റ്, സ്പിയർമെന്റ്, വസാക, ഇത്തരം പ്ലാന്റുകളിലെല്ലാം ഉണ്ട്. അനൈസോസിറ്റിക് സ്റ്റൊമാറ്റ, അതെന്താണ്? In this stomata remains surrounded by 3 subsidiary cells, ഉണ്ടോ, of which one is distinctly smaller. 3 എണ്ണം ഉണ്ട്, അത് ലിമിറ്റഡ് ആണ്. അതിൽ 1 എണ്ണം ചെറുതായിരിക്കും, മനസ്സിലായോ? ഇപ്പൊ ബെല്ലഡോണ, ഡച്ചൂറ, ഇത്തരം പ്ലാന്റുകളിലെല്ലാം എന്താണ് അനോമോസിറ്റിക് സ്റ്റൊമാറ്റ. അനോമോസിറ്റിക് ആണ് നമുക്ക് ഇത്തവണ ചോദിച്ചത് അല്ലെ, അനോമോസിറ്റിക്. ഇൻ ദിസ് ടൈപ്പ് the stomata surrounded by varying number of subsidiary cells. Anomosity. The varying number of resembling epidermis. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനു ശേഷം എപ്പിഡെർമൽ സെൽസ് അല്ലേ വരുന്നത്. ആ എപ്പിഡെർമൽ സെൽസിൽ ഇത് ഏതാണ്ട് അതുമായിട്ട് തന്നെ റിസംബിൾ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഡിജിറ്റാലിസ് ഇതിലെല്ലാം ഇതാണ് വരുന്നത്. പിന്നെ ആക്ടിനോസിറ്റിക് സ്റ്റൊമാറ്റ. ആക്ടിനോസിറ്റിക് സ്റ്റൊമാറ്റ ആർ സറൗണ്ടഡ് ബൈ 4 or more subsidiary cells. അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഉർസിലെല്ലാം കാണുന്നത് ഇലോങ്ങേറ്റഡ് റേഡിയലി ടു ദ സ്റ്റൊമാറ്റ. മനസ്സിലായല്ലോ? ഇതിന്റെ നോട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോ ചോദിച്ചിട്ടുള്ള ടൈപ്പ് എന്താണ്? അത് റനൻകുലേസി ആണ്, അതായത് അനോമസിറ്റിക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ഓർത്തിരിക്കുക, ജിയോളജിക്കൽ ടൈം സ്കെയിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഈ ടോപ്പിക്കിൽ നിന്നും ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇത്തവണ ഈ കഴിഞ്ഞ 2021 സയന്റിഫിക് ഓഫീസർ എക്സാമിന് രണ്ട് ക്വസ്റ്റ്യൻ ഇതിലാണ് ചോദിച്ചു. 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്കും ജിയോളജിക്കൽ ടൈം സ്കെയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കാണാതിരിക്കത്തില്ല. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
Okay, find out the statement about geological time scale from the following. Holocene epoch belongs to Quaternary period. Find out the wrong statement ആണ് ചോദിച്ചിരിക്കുക. Holocene period correct ആണ്. ഞാൻ കാണിച്ചു തരാം. Cretaceous period belongs to Mesozoic era. Devonian period belongs to Paleozoic. ഇതെല്ലാം correct ആണ്. Silurian period belongs to Mesozoic era. അല്ല, Silurian period belongs to Paleozoic era. നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കാം. ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ സമയമില്ല. നമ്മുടെ റെക്കോർഡ് വീഡിയോയിൽ PDF നോട്ടിന സെൻസറിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ട് മനസ്സിലാക്കാം. എന്നാലും ഒരു ചെറുതായിട്ടൊന്ന് ചില കാര്യങ്ങൾ പറയാം. ഓക്കെ, മൊത്തം നമുക്ക് ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ ഇയോൺ, ഇറ, പീരീഡ്, ഇപ്പോക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ചിലര് ഇയോൺ മനസ്സിലാക്കാതെ പോകും, ഇയോൺ വെച്ച് ചോദിക്കും. ഇയോൺ പ്രധാനപ്പെട്ട ഇയോൺ എന്താ? ആഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, പാൻഡ്രോസോയിക്. അപ്പൊ അത് ലോങ്സ്റ്റ് യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഇയോൺ എടുക്കാം. ഇയോൺ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇറ എടുക്കാം. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ടു റിമെമ്പർ സംതിങ് ഈസിയർ ഫോം, നിമോണിക്സ്, അതിലൊരു നിമോണിക്സ് കൊടുത്തിട്ടുണ്ട്, ഓർത്തിരിക്കണം. ഇതെല്ലാം വായിച്ചിട്ടുണ്ടാൽ മതി, സമയമല്ല. ഇയോൺസ് ഇപ്പോൾ ഓർക്കാൻ ഹാപ്പൻഡ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഹാപ്പൻഡ് എന്താണ്? ആഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, പാൻഡ്രോസോയിക്. അതുപോലെ ഇറ, ഇതൊക്കെയാണ് പ്രീകാംബ്രിയൻ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഇതാണ് ഇറ. എന്താ? പ്ലീസ് പാസ് മീ കേക്ക്. അതെന്താണെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. പീരീഡ് അതുപോലെ ഇപ്പോ പീരീഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ കാംബ്രിയൻ, ഓർഡോവിസിക്. ഇപ്പൊ പാലിയോസോയിക് ഇറയിലെ തന്നെ പല പീരീഡും ഉണ്ട്. അപ്പൊ ഓരോന്നും മനസ്സിലാക്കണം. പാലിയോസോയിക് നോക്കാം, അതാണ് പലർക്കും ഓർക്കാൻ ബുദ്ധിമുട്ട്. കാര്യം കുറച്ച് കൂടുതലുണ്ടല്ലോ. കാംബ്രിയൻ, ഓർഡോവിസിയൻ, സൈലൂറിയൻ, ഡിവോണിയൻ, കാർബോണിയൻ, പെർമിയൻ. അപ്പൊ ഇതെല്ലാം ഓർക്കാൻ പാലിയോസോയിക്. കെയർ ഓഫ് സീരിയസ് ഡിസീസ് ക്യാൻ പ്രിവെന്റ്. അതെ, സീരിയസ് ഡിസീസിന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യും. അപ്പൊ അത് ഒരിക്കലും ഒന്ന് പഠിച്ചിട്ട് അതിനെ ലോങ് ടേം മെമ്മറിയിലാക്കി വെച്ചിടാം. അതേപോലെ മീസോസോയിക്, ടേക്ക് ജ്യൂസ് കോൺസിസ്റ്റന്റ്ലി. അതുപോലെ സീനോസോയിക്, ടേക്ക് ജ്യൂസ്. ഇപ്പൊ മീസോസോയിക് എല്ലാവർക്കും പെട്ടെന്ന് ഓർക്കാൻ അറിയാമായിരിക്കും അല്ലെ. ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ് പലർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലെ. ജുറാസിക് ടൈമൊക്കെ അല്ലെ. ഇതെല്ലാം ഓരോ ടൈമിലും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അതിന് പ്രത്യേക ടേബിൾ എല്ലാം ഉണ്ട്. ഇനി ഇപ്പോക്ക് അതുപോലെ പുട്ട് എക്സ് ഓൺ മൈ പ്ലേറ്റ് പ്ലീസ് കണി, ഇവിടെ നോക്കിയാൽ അറിയാം. ഇതിങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഹോളോസൈൻ ഇപ്പോക്ക് ബിലോങ്സ് ടു ക്വാട്ടർണറി പീരീഡ്. ശരിയാണല്ലോ, ക്വാട്ടർണറി പീരീഡിലാണല്ലോ ഹോളോസൈൻ. അപ്പോൾ അതുപോലെ ക്രെറ്റേഷ്യസ് പീരീഡ് ബിലോങ് ടു മീസോസോയിക് അല്ല, മീസോസോയിക്കിലാണല്ലോ. ഡിവോണിയൻ പീരീഡ് ബിലോങ്സ് ടു പാലിയോസോയിക് ആണല്ലോ. എന്നാൽ സൈലൂറിയൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മീസോസോയിക് എന്നാണ്, പക്ഷെ സൈലൂറിയൻ തന്നിരിക്കുന്ന പാലിയോസോയിക്. മനസ്സിലായല്ലോ. ഇനി മസ്റ്റർ ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചത് ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ജിയോളജിക്കൽ പീരീഡ് ഈസ് നോൺ ആസ് ഏജ് ഓഫ് ആംഫിബിയൻസ്. ഏജ് ഓഫ് ആംഫിബിയൻസ് എല്ലാവർക്കും അറിയാമായിരിക്കും, കാർബോണിഫറസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഓരോ ഇറയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിലുണ്ട്. ഞാനത് ഒരെണ്ണം ഇവിടെ കാണിച്ചിരിക്കുകയാണ്, ഇത് മനസ്സിലാക്കുന്നത്. കണ്ടോ? പാലിയോസോയിക് ഇറ ഓഫ് ഏൻഷ്യൻ ലൈഫ്. പാലിയോസോയിക് ഇറയുടെ കാംബ്രിയനിൽ എന്ത് സംഭവിച്ചു, കാംബ്രിയൻ എക്സ്പ്ലോഷൻ ഒക്കെ കേട്ട് കാണും. അടുത്ത ഓർഡോവിസിയൻ, ഏതാണ്ട് ഈ രണ്ട് ടൈമിലാണ് ട്രൈലോബേറ്റ്സ് എല്ലാം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പ്രധാനപ്പെട്ട മാസ് എക്സ്റ്റിങ്ഷൻ, ഈ ടൈം ഓർക്കണം അല്ലെ. മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, മാസ് എക്സ്റ്റിങ്ഷൻ. ഇതെല്ലാം നമ്മുടെ റെക്കോർഡ് വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭംഗിയായിട്ട് മനസ്സിലാക്കാം. ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഏതും ചോദിക്കും, മിക്കവാറും നെറ്റ് എക്സാമിനൊക്കെ ചോദിക്കും. പലരും ഇതുപോലെ PSC ടെസ്റ്റിലൊക്കെ ചോദിക്കാറുണ്ട്. പാൻജി എന്താണെന്ന് ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, ഒക്കെ വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ജിയോളജിക്കൽ പീരീഡ് ഈസ് നോൺ ആസ് ഏജ് ഓഫ് ആംഫിബിയൻസ്. ഏജ് ഓഫ് ആംഫിബിയൻസ് കണ്ടോ, കാർബോണിഫറസ് ആണ്. ഇത് മറക്കാതിരിക്കാൻ ചെറിയൊരു എളുപ്പമാർഗം, അതായത് നമുക്ക് ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽ, ബേർഡ്സ്, മാമൽസ്. ഇതിപ്പോ ഫിഷസ് പിന്നെ ആംഫിബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, അതിന്റെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കുക. അതായത് ഇപ്പൊ ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുമ്പോൾ ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയാൻ ആംഫിബിയയുടെ ഒറിജിൻ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ ഒറിജിൻ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ ഏജ് ഓഫ് ആംഫിബിയൻസ് എന്ന് പറയുമ്പോൾ കാർബോണിഫറസ്, പക്ഷെ ഒറിജിനൽ റെപ്റ്റൈൽസ് ഇപ്പോഴാണ് അല്ലെ. അപ്പൊ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക്
ഞാൻ പറഞ്ഞല്ലോ സെൻസറിന്റെ PDF നോട്ടിലും റെക്കോർഡ് വീഡിയോയിലും ഉണ്ട്, അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. Then choose a Stenophilus plant family from the following. അപ്പോൾ ഇവിടെ സ്റ്റീനോഫില്ലസ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അത് ഗ്രാമിനെയാണ്, അതായത് പോയേസിയ ഫാമിലിയിലെ ആണ്. പക്ഷെ ഇതിൽ നിന്ന് ഏതും ചോദിക്കാം. ഇതിപ്പോ എന്താ പിന്നെ പാലിനോളജി ചോദിച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നുണ്ടോ? അല്ല, അതിൻ്റെ എല്ലാം പാലിനോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. ബിക്കോസ് അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. അപ്പോൾ അത് ചിലപ്പോൾ അപ്ലൈഡ് പാലിനോളജിയിൽ നിന്നായിരിക്കും. മിലിറ്റോ പാലിനോളജി, ലാട്രോപാലിനോളജി, ഫോറൻസിക് പാലിനോളജി, ഇതിന് ഡിഫറെന്റ് ടൈപ്സ് അറിയാമല്ലോ. ഫോറൻസിക് പാലിനോളജിയിൽ നിന്ന് പ്രത്യേകം തന്നെ ചോദിക്കാം, പല വേർഡുകളും ഉണ്ട്. അപ്പോൾ അതുപോലെ മോർഫോളജി, കോൺട്രിബ്യൂഷൻ ഓഫ് ഡോക്ടർ PKT നായർ ടു പാലിനോളജി, ഇതെല്ലാം നമ്മുടെ സിലബസിലുള്ളതാണ്. NPC സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളൻ, പർച്ചർ പാലിനോളജി ഇൻ റിലേഷൻ ടു ടാക്സോണമി. ഇപ്പൊ പാലിനോളജി ഇൻ റിലേഷൻ ടു ടാക്സോണമി എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോ ഇപ്പൊ ടാക്സോണമിയില് പാലിനോളജിക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാ ഭാഗങ്ങളും നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. അതായത് ഗ്രാമിനെ ഞാൻ പറഞ്ഞല്ലോ, പോയസി. ഇൻ മെനി ടാക്സോൺ ദ ടൈപ്പ് ഓഫ് പോളൻ ഈസ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഫങ്ഷൻ. സച്ച് ടാക്സോൺ ഈസ് ടേംഡ് Stenopalinus. Example, Asclepiadaceae, Cruciferida poaceae. The taxon in which the type of pollen may vary considerably in size, aperture, stratification of exine, except are termed Eurypalinus. Okay, if you like this video, please subscribe, like, and share. Thank you.